ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമവും സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്നു. വോട്ട് രാഷ്ട്രീയമാണോ ഇത്തരം സംഗമങ്ങൾക്ക് പിന്നിൽ എന്നാണ് അന്വേഷിക്കുന്നത്. ഒബ്സർവർ ബി ദിലീപ് കുമാർ സംസാരിക്കുന്നു. ഗുഡ് മോർണിംഗ് ദിലീപ്, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു സംഗമം വിശാല ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനിയിൽ സംഘടിപ്പിച്ചപ്പോഴാണ്, അന്ന് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്കൊക്കെ ശേഷമായിരുന്നു ഇത്തരമൊരു സംഗമത്തിലേക്ക് വിശ്വ ഹിന്ദു പരിഷത്ത് തിരിഞ്ഞതും. അന്ന് ആ ഹിന്ദു സംഗമത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം മാർക്സിൽ നിന്നും മഹർഷിയിലേക്ക് എന്നതായിരുന്നു. അങ്ങനെ മാർക്സിൽ നിന്നും മഹർഷിയിലേക്ക്, അല്ലെങ്കിൽ ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് പോവുക, അതാണ് ഇനി മനുഷ്യ രക്ഷ എന്നതായിരുന്നു അന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ഉയർത്തിയ മുദ്രാവാക്യം. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുൻനിർത്തിക്കൊണ്ട് ശബരിമലയിൽ അയ്യപ്പ സംഗമത്തിന്, പമ്പയിൽ അയ്യപ്പ സംഗമം ഈ മാസം 20-ാം തീയതി നടക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ അതൊരു വലിയ വിമർശനമായി, അതായത് ഭൂരിപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് ഇങ്ങനെ ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് എന്ന വിമർശനം അത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി, BJPയുടെ ഭാഗത്തു നിന്നുണ്ടായി. സർക്കാരിന് ഇക്കാര്യങ്ങളിലൊന്നും ഒരു ആത്മാർത്ഥതയില്ല. അത് 2018-ൽ സുപ്രീം കോടതി വിധിയെ തുടർന്നുള്ള യുവതീ പ്രവേശന വിഷയത്തിൽ കണ്ടതാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് ഈ 2018-ലുണ്ടായ ശബരിമലയിലുണ്ടായ സംഭവങ്ങൾ അതൊക്കെ ഇപ്പോഴും അയ്യപ്പ ഭക്തരുടെ മനസ്സിലുണ്ട് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഇത്തരം നീക്കങ്ങളിൽ ആത്മാർത്ഥതയില്ല. സർക്കാരാകട്ടെ പറയുന്നത് ഈ ശബരിമല സംഗമം എന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നതാണ്. അത് ശബരിമല വികസനത്തിന് വേണ്ടിയാണ്. 1500 കോടി രൂപയാണ് മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിന് ചെലവഴിക്കേണ്ടി വരുന്നത്. റോപ്പ് വേക്കടക്കം വലിയ തുക ചെലവാക്കേണ്ടി വരും. അങ്ങനെ ഇത്തരം സംഗമത്തിലൂടെയൊക്കെ ഇതിന് ശബരിമല വികസനത്തിന് ഉതകുന്ന ചില പദ്ധതികൾ ആവിഷ്കരിക്കുക, അതിന് പണം കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ലക്ഷ്യമിടുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സർക്കാർ തന്നെയാണ് ഇക്കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തി ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തുനിഞ്ഞത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുമായി ചേർത്ത് വായിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ, രാഷ്ട്രീയമായ ചില കാര്യങ്ങളുമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 2019-ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയത്തിന്, യുവതീ പ്രവേശന വിഷയത്തിന് പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് വലിയ വിജയം UDF നേടിയിരുന്നു. പിന്നീട് വീട് വീടാന്തരം CPIM നേതാക്കൾ, അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ CPIM പ്രവർത്തകരും നേതാക്കളും വീട് വീടാന്തരം കയറിയിറങ്ങി ശബരിമല വിഷയത്തിലെ CPIM നിലപാട് അത് വിശദീകരിക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വന്നതുമൊക്കെ ചരിത്രമാണ്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ന്യൂനപക്ഷ വോട്ടുകൾ LDFൽ നിന്ന് അകന്നു എന്ന വിലയിരുത്തൽ CPIM നേതൃത്വത്തിനുണ്ട്. അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ കണ്ടതാണ്. അതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ ഏതാണ്ട് അകന്നു മാറിയിരിക്കുകയാണ് LDFൽ നിന്ന്. അതുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്തുക. നേരത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥിതിയൊക്കെ പരിശോധിച്ചപ്പോൾ LDFൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകൾ, പ്രത്യേകിച്ച് ഈഴവ വോട്ട് ബാങ്കുകളൊക്കെ വലിയ തോതിൽ BJP പക്ഷത്തേക്ക് പോയിട്ടുണ്ട് എന്ന വിലയിരുത്തൽ CPIM തന്നെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം ഈ വോട്ട് ചോർച്ച തടയുക, ഭൂരിപക്ഷ വോട്ടുകളെ ഉറപ്പിച്ചു നിർത്തുക എന്നതാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിലെന്ന് ആരെങ്കിലും, പ്രത്യേകിച്ച് പ്രതിപക്ഷമൊക്കെ വിമർശിക്കുമ്പോൾ അതിനെ തീർത്തും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അത്തരം ചില ലക്ഷ്യങ്ങൾ ഏതായാലും സർക്കാരിനും ദേവസ്വം ബോർഡിനുമൊക്കെ ഉണ്ട് എന്ന സംശയം സ്വാഭാവികമായും ഉയർന്നു വരിക തന്നെ ചെയ്യും. അതിന് പിന്നാലെയാണ് അതൊരു വലിയ വിമർശനത്തിന് വഴിയൊരുക്കി. അതായത് ഈ ഭൂരിപക്ഷ വോട്ടുകളെ ഏകീകരിക്കാനാണ് സർക്കാർ നീക്കം, CPIM നീക്കം എന്ന വിമർശനം വന്നപ്പോഴാണ് ഇപ്പോൾ ന്യൂനപക്ഷ സംഗമം ഒക്ടോബറിൽ കൊച്ചിയിൽ സംഘടിപ്പിക്കുന്നതിന് സർക്കാർ ആലോചിക്കുന്നത്. അതിൽ ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട 3000-ഓളം പേരെയായിരിക്കും ഈ സംഗമത്തിൽ പങ്കെടുപ്പിക്കുക. ക്രിസ്ത്യൻ നേതാക്കളെ പങ്കെടുപ്പിക്കേണ്ടതിൻ്റെ ചുമതല KJ മാക്സി MLAക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരാൻ ഇരിക്കുകയാണ്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ തന്നെ ഈ വോട്ടുകൾ, ഭൂരിപക്ഷ ന്യൂനപക്ഷ വോട്ടുകൾ ഒപ്പം നിർത്തുക എന്ന നിലയിലേക്ക് സാമുദായികമായി തന്നെ, ജാതീയമായി തന്നെ ജനങ്ങളെ ഒപ്പം അണിനിരത്തുക എന്ന നിലയിലേക്ക് സർക്കാർ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിമർശനം വളരെ ശക്തമാണ് താനും. അത് ഇത്തരം ഇങ്ങനെയുള്ള സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് അയ്യപ്പ സംഗമത്തിനെതിരെ ഇപ്പോൾ ആലപ്പുഴയിൽ നടക്കുന്ന CPIയുടെ സംസ്ഥാന സമ്മേളനത്തിലൊക്കെ പ്രതിനിധികൾ വലിയ വിമർശനം നടത്തിയിരുന്നതാണ്.
അത് ആ മാർക്സിയൻ നയങ്ങളിലേക്ക് തന്നെ CPIM തിരിച്ചു പോകണമോ അതോ മാർക്സിൽ നിന്നും മഹർഷിയിലേക്കെന്നുള്ള പഴയ ആ മുദ്രാവാക്യം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ മുദ്രാവാക്യത്തിലേക്കാണോ പോകേണ്ടതെന്നൊക്കെ സർക്കാരും CPIM ഒക്കെയാണ് ആലോചിക്കേണ്ടത്. SK. ഓക്കെ, താങ്ക് യു ബി ദിലീപ് കുമാർ. മാർക്സിൽ നിന്ന് മഹർഷിയിലേക്ക് ഇന്നത്തെ വാചകം അതായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.